ഇറാൻ US ചർച്ചകൾ പരാജയമായതോടുകൂടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ കടുത്ത അതൃപ്തിയിലാണ്. ഇറാനെ ആക്രമിക്കാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറായി നിന്ന ട്രംപ് ഇപ്പോൾ ഒന്ന് അയഞ്ഞ മട്ടാണ് പ്രകടിപ്പിക്കുന്നത്. ഇറാനെ ആക്രമിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്നതാണിപ്പോൾ ട്രംപ് ഇവിടെ എടുത്തു വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം. ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ അതൃപ്തിയാണ് പ്രകടമാക്കിയിരിക്കുന്നത്. ജനീവയിൽ നടന്ന അവസാന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അതൃപ്തി ട്രംപ് ആകട്ടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായുള്ള ചർച്ചകളിൽ താൻ അവിടെ സന്തുഷ്ടനല്ലായിരുന്നു എന്നതാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ഇറാനെ ആക്രമിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ തീരുമാനങ്ങളും എടുത്തിട്ടില്ല. നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ അവർ നൽകാൻ തയ്യാറാകാത്തതിൽ, അതായത് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അവർ നൽകാൻ തയ്യാറാകാത്തതിൽ ഞാൻ സന്തുഷ്ടനല്ല എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ ഈ വാക്കുകളാകട്ടെ വലിയ രീതിയിൽ ഇപ്പോൾ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ഇവിടെ എടുത്തു തറപ്പിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്നതാണ് താൻ പറയുന്നതെന്നും ഇവിടെ പ്രതികരണത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. യുദ്ധഭീതി ഇപ്പോൾ താൽക്കാലികമായി ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ഏതു നിമിഷം വേണമെങ്കിലും ഇറാന് നേരെ ഒരു സൈനിക നടപടി നടത്താൻ ട്രംപ് തുനിയുമെന്നതിലും സംശയമില്ല. മാത്രമല്ല, ഇറാൻ ആകട്ടെ അമേരിക്കൻ സൈനിക റഡാറിൽ നിന്നും ഇതുവരെയും മുക്തമായിട്ടില്ല എന്നതും മറ്റൊരു വാസ്തവമായ കാര്യമാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു ചെറുവിരൽ അനക്കമുണ്ടായാൽ തന്നെ ഇറാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്കായിരിക്കാം ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും വളരെ സജീവമായി തന്നെ ട്രംപിന്റെ യുദ്ധക്കപ്പലുകൾ അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇപ്പോൾ ജനീവയിൽ നടന്ന ചർച്ചയാകട്ടെ പ്രത്യേക കരാർ ഒന്നുമില്ലാതെ തന്നെയാണ് അവസാനിച്ചതെങ്കിൽ പോലും ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നതാണ് മധ്യസ്ഥത വഹിച്ച ഒമാൻ വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരിക്കലും ശേഖരിക്കാനാവില്ല എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന ആ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ആ കൂടിയാലോചനകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും അടുത്തയാഴ്ച വിയറ്റ്നാമിൽ അടുത്തഘട്ട ചർച്ചകൾ നടക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ പുരോഗതി ഉണ്ടെങ്കിൽ പോലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനാൽ തന്നെ വലിയ രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണം നടത്തുകയാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാഗ്ചി. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ആകട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ചയാകട്ടെ ഇസ്രയേലിലേക്ക് പോകുമെന്നാണ് അപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി മാർക്കോ റുബിയോ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇറാൻ വിഷയങ്ങളടക്കം തന്നെ ചർച്ച ചെയ്യുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിൽ US സൈനിക നടപടി ഉണ്ടാകുമോ എന്ന ഭീതി അത് ഇവിടെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിലെ US ജീവനക്കാർക്ക് അവിടെ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേൽ വിടാനുള്ള അവസരമുണ്ടെന്നും അതിന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങിപ്പോകണം എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിലെ US സ്ഥാനപതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ ഇസ്രായേലിന് പുറത്തേക്ക് പോകുന്ന ഏതെങ്കിലും വിമാനം ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തണമെന്നും അവിടെ നിന്ന് പിന്നീട് US പോകുവാനും ഇവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ ആണവ കരാർ ഉണ്ടാക്കുന്നതിൽ തന്നെ ജനീവയിൽ നടന്ന ഇറാൻ US ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.